ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള കട്ടനും നല്ല 695 ബെഡ്ഷീറ്റും ആട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കട്ടൻ ഇതേണ്ട ബാക്കിൽ വിരിച്ചിട്ട് കാണുമ്പോൾ നല്ല രസമില്ലേ? ആ കട്ടൻ ഞാൻ നല്ലതായിട്ട് ക്ലോസ് ആയിട്ട് നിങ്ങളെ കാണിക്കുക കേട്ടോ. ഇത് നല്ല റിംഗ് കട്ടൻ ആണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഹാർട്ടിന്റെ ഡിസൈനിലുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള വർക്കാട്ടോ. ഇതിനകത്ത് ഈ ഹാർട്ടൊക്കെ നല്ല എന്താ പറയുക, ഇത് പ്രിന്റ് അല്ല, ഇത് നന്നായിട്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് പോലെ തോന്നുന്ന നല്ല എംബ്രോയിഡറി ആണ് കേട്ടോ. ഇതിനകത്ത് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന നല്ല കട്ടനാണ് കേട്ടോ. നല്ല ലൈൻ ആയിട്ട് അതിന്റെ പ്രിന്റിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, നല്ല വൈറ്റില് നല്ല കുഞ്ഞു ഹാർട്ടിന്റെ ഡിസൈൻ ഉള്ള നല്ലൊരു കട്ടൻ. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ട് കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രിന്റ് ഇല്ലേ എന്നോട് എല്ലാവരും ചോദിക്കുവേ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്രിന്റ്, നല്ലൊരു ഹാർട്ടൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്ന നല്ലൊരു പപ്പൂസ്, നല്ല രസമില്ലേ? ഇത് പണ്ടൊക്കെ നമ്മൾ ബാലരമയോ പൂമ്പാറ്റയൊക്കെ വായിക്കുമ്പോൾ ഒരു പപ്പൂസ് ഉണ്ടായിരുന്നു. ആ പപ്പൂസിനെ പോലെയല്ലേ ഇതിനെ ഇരിക്കുന്ന നോക്കിയാൽ, നല്ല രസമല്ലേ? പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം പപ്പൂസിന്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാവുന്ന എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല ആ ഒരു ഷേപ്പിൽ ഒരാളാകട്ടോ. പക്ഷെ അതല്ല കേട്ടോ, വേറെ ഏതോ ഒരു ആളാണ്. പക്ഷെ അതുപോലെ ഇരിക്കുന്ന നല്ല ക്യൂട്ടായിട്ടിരിക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. റേറ്റ് വന്നിട്ട് 695 പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇനി വന്നിരിക്കുന്ന നല്ല മഞ്ഞ ഇല കേട്ടോ, നല്ല മഞ്ഞ കളറിലുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഇലകളാട്ടോ. ഈ ഇലകളാണ് എന്നെ രസമാന്ന് നോക്കി. ഇത് ആക്ച്വലി നമ്മുടെ സാധാരണ ഉള്ള കോട്ടൺ അല്ല, ഇത് ജക്കാർഡ് കോട്ടൺ ആണ്. ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിങ്ങനെ നൂലാണ്, ഇതിനകത്ത് ഫുള്ളി എല്ലാത്തിനും നൂലാ. എന്നാലും ജക്കാർഡ് കോട്ടൺ പ്രത്യേക ഭംഗിയും പ്രത്യേക ഒരു രസമുണ്ട്. റേറ്റ് എല്ലാം സെയിം ആ, പക്ഷെ ഞാൻ അതിന്റെ മെറ്റീരിയൽ കുറച്ച് വ്യത്യാസമുണ്ട്. കോട്ടൺ തന്നെയാണ്. ഇത് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിതിങ്ങനെ എടുത്തു പറയുന്നതാണ്. നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സ്. ബെഡ്ഷീറ്റിന്റെ സൈസ് വന്നിട്ട് 90x100 ഇഞ്ചസ് ആട്ടോ. 90 വിഡ്ത്ത് ആണ്, 100 ലെങ്ത് ആണ് ഹൈറ്റ് വൈസ് കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് 17x27 ഇഞ്ചസ് ആട്ടോ. അപ്പൊ നമ്മുടെ വലിയ പില്ലോ കവേഴ്സ് ഒക്കെ ഇല്ല ഇപ്പൊ മേടിക്കാനൊക്കെ കിട്ടുന്നത്. അപ്പൊ അതുപോലത്തെ പില്ലോ കവറും ഇതിനകത്ത് കയറും കേട്ടോ. ഇനിയുള്ളത് ഈ അടുത്ത ഡിസൈൻ. ഇതുകൊണ്ട് എന്ത് ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആന്ന് നോക്കിയേ. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ. ഇല പോലെയൊക്കെ ഇരിക്കും, പക്ഷെ ഇല അല്ല കേട്ടോ. ഇതൊരു ഡിസൈനാ, സൈഡ് ബോർഡർ പോലെ നല്ല ഭംഗിയായിട്ടുള്ള ഗ്രീൻ കളറില് മഞ്ഞ നീല പച്ച നല്ല രസമാണ്. വിരിച്ചിട്ട് അതുകൊണ്ട് എന്ത് രസമായിരിക്കും ഇത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ, നല്ല ഭംഗിയാണ്. ഓണം ആകുമ്പം ബെഡ്ഷീറ്റ് ഒക്കെ പുതിയതൊക്കെ വിരിക്കണം, എന്നാലേ നമുക്ക് ഓണത്തിന് മാവേലിയൊക്കെ വരുള്ളൂ എന്നൊക്കെ നമുക്ക് പറയാം. നല്ല 2 വലിയ പില്ലോ കവേഴ്സ്. ഇനിയുള്ളത് നല്ല തെളിമയുള്ള പൂവാട്ടോ. ഇതുകൊണ്ട് എന്ത് രസമാന്ന് നോക്കി, ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവർ. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു മജന്ത കളർ ആട്ടോ, ഡാർക്ക് പിങ്ക് മജന്ത എന്നൊക്കെ പറയുന്ന പോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷീറ്റ്. നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലും ബെഡ്ഷീറ്റ് മാറി പോകത്തില്ല. നന്നായിട്ട് ടക്ക് ചെയ്ത് വെച്ചാൽ അവിടെ തന്നെ കിടന്നോളും കേട്ടോ. അത് തന്നെയല്ല, ഇത് വാഷിംഗ് മെഷീൻ നമ്മൾ കഴുകുമ്പോൾ ക്യൂൺ സൈസ് അല്ലേ എന്ന് വിചാരിച്ചു, അത് വലിയ സൈസ് ആണോ? എന്തായാലും വാഷിംഗ് മെഷീൻ ഏത് സൈസ് കഴുകിയാലും കുറച്ച് സോപ്പിന്റെ പൊടിയോ സോപ്പിന്റെ ലിക്വിഡൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഒരുപാട് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഒരുപാട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ പത ഇങ്ങനെ വരും, ഒത്തിരി വരും. പക്ഷേ നമ്മളെ പത വന്നിട്ട് കാര്യമില്ലല്ലോ. ഇതെല്ലാം ക്ലീൻ ആയി കുറച്ച് മതി അതിന്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഇതിനകത്ത് ഒന്നും അഴുക്കൊന്നും ആക്കുന്നില്ലല്ലോ. അപ്പൊ കുറച്ച്, അല്ലെങ്കിൽ ഇതെല്ലാം ചീത്തയായി പോകും കേട്ടോ. അതിനുവെച്ചാൽ ഓവറായിട്ട് വാഷിംഗ് മെഷീനിൽ നമ്മൾ അലക്കുമ്പോൾ ഓവറായിട്ട് പൗഡർ ഇട്ട് എല്ലാം ചീത്തയായി പോകും. അതുകൊണ്ട് ഭയങ്കര ലൈറ്റായിട്ട് സോപ്പ് പൊടിയും സോപ്പ് ലിക്വിഡൊക്കെ ഇട്ടാൽ മതി. ചെളിയൊക്കെ നന്നായി പൊയ്ക്കോളും കേട്ടോ. ഇനിയുള്ളത് ഈ ഒരു ഷീറ്റാണ്. ഇതുകൊണ്ട് എന്ത് രസമാന്ന് നോക്കി ഈ ഷീറ്റ് കാണാൻ. നല്ല ചെക്കില് സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ഗ്രേ കളറേ. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ബെഡ്ഷീറ്റൊക്കെ പുതിയത് വിരിക്കണം. മാഗ്നിസ്കേപ്സിന്റെ കടയുള്ളത് എറണാകുളത്ത് ചെറുപടമ്പത്ത് റോഡ് കടവന്ത്രയിലാണ്. വെബ്സൈറ്റിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. താഴെ കിടക്കുന്ന
നമ്പറിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ പ്രായ ആൾക്കാർക്കൊക്കെ നമ്മളെ കറക്റ്റ് ആയിട്ട് ഇപ്പം വാട്സപ്പ് ഒക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ചിലപ്പോൾ ഒന്നും അറിയത്തില്ലായിരിക്കും. അപ്പൊ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ വാട്സപ്പിൽ നിങ്ങൾക്ക് ഷെയർ ഒക്കെ ചെയ്തു തരും. അപ്പൊ പ്രായമുള്ള ആൾക്കാർ കാണുമ്പോൾ ടെൻഷനൊന്നും അടിക്കണ്ട കേട്ടോ, എല്ലാം സംസാരിച്ച് പറയാൻ ഇവിടെ ആൾക്കാരുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പം എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം. താങ്ക് യു.